ഇഡി അന്വേഷണത്തിന് വന്ന വീണ വിജയന്റെ മുഖത്തൊരു കറുത്ത മാസ്ക് ഉണ്ട്. വാ മൂടിക്കെട്ടി തന്നെയാണ് വീണയുടെ നടപ്പ്. അല്ല, വാ മൂടിക്കെട്ടി നടക്കാൻ വീണ വിജയൻ എന്തെങ്കിലും മാരക രോഗമുണ്ടോ? എന്താണ് അസുഖം എന്ന് ചോദിച്ചാൽ പൂർണ്ണ ആരോഗ്യവതിയാണ്, അസുഖമൊന്നുമില്ല എന്ന മറുപടിയും. എന്നാൽ പിന്നെ വാ മൂടിക്കെട്ടിയിരിക്കുന്ന ആ കറുത്ത തുണി അങ്ങ് അഴിച്ചുകൂടെ? അതെങ്ങനെ? ചുറ്റും ക്യാമറയും മൈക്കും അല്ലേ? അപ്പോൾ അത് തന്നെയാണ് പ്രശ്നം. വാ മൂടിക്കെട്ടിയില്ല എങ്കിൽ കള്ളി വെളിച്ചത്തായാലോ? ഇഡി അന്വേഷണത്തിലുടനീളം കറുത്ത മാസ്ക് മൂടിക്കെട്ടിയാണ് വീണയുടെ നടപ്പ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കറുപ്പ് കണ്ടാൽ വെകിളി പിടിക്കുന്ന അച്ഛൻ ഇതൊന്നും കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ കണ്ടു കാണും, കാണാതിരിക്കില്ല. കറുപ്പ് കണ്ടാൽ വെകിളി പിടിച്ച് നടന്നിരുന്ന അച്ഛനും ഇതേ പാതയിലായിരുന്നല്ലോ. പ്രതിഷേധക്കാരുടെ നിഴലോ കറുത്ത നിറമോ പോലും നിഷിദ്ധമായിരുന്നു. അപ്പോൾ അച്ഛന്റെ കറുപ്പ് പേടിയും മോളുടെ വാ മൂടിക്കെട്ടിയ ആ കറുത്ത തുണിയുടെയും പിന്നിൽ ഒന്ന് തന്നെ, പേടി. വീണ വാ മൂടിക്കെട്ടിയത് മാധ്യമങ്ങളെ ഭയന്ന് തന്നെയാണ്. മാസ്ക് വെച്ച് നടക്കുമ്പോൾ എന്തെങ്കിലും മാറാരോഗമാണ് എന്ന് കരുതി മാധ്യമപ്രവർത്തകരാരും പെട്ടെന്ന് അടുക്കില്ലല്ലോ. ഇനി അതൊന്നുമല്ല, വീണ നിരപരാധിയാണ് എങ്കിൽ മാസ്ക് എന്തിനാ? ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൂടെ സത്യം എന്താണ് എന്ന്? ഇനി എപ്പോഴാണ് പ്രതികരിക്കുന്നത്? ഇത്രയും ഇഡി അന്വേഷണങ്ങൾ നേരിടുന്നു, ലോക്കർ പരിശോധിക്കുന്നു, ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഇനി എപ്പോഴാണ് പ്രതികരിക്കാൻ ഒരു അവസരമുള്ളത്? മടിയിൽ കനമില്ല എങ്കിൽ പറഞ്ഞുകൂടെ വാ മൂടിക്കെട്ടി നടക്കുന്നത് എന്തിന്? വീണ നൽകിയ മൊഴിയിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നതും ഗുരുതര വിഷയമാണ്. കഴിഞ്ഞ ബുധനാഴ്ച കൊച്ചിയിലെ ഇഡി ഓഫീസിൽ വെച്ച് വീണ വിജയനെ 9 മണിക്കൂറിലധികമാണ് ചോദ്യം ചെയ്തത്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 8 മണിയോടെ അവസാനിച്ചു. അതിൽ നിന്ന് ലഭിച്ച മൊഴികളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസത്തെ ബാങ്ക് ലോക്കർ പരിശോധന നടന്നത്. ആ ബാങ്കിലാണ് സ്വർണത്തിന് ഉൾപ്പെടെ ലോക്കർ സൗകര്യങ്ങൾ ഉപയോഗിച്ചുള്ളത് എന്ന ചോദ്യം ചെയ്യലിൽ മൊഴി വീണ നൽകിയിരുന്നു. ഒരു ദിവസത്തെ ചോദ്യം ചെയ്യലിൽ അവർ നൽകിയ മൊഴി വസ്തുതാപരമാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പരിശോധന. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണയുടെ നിക്ഷേപങ്ങളെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വിശദമായി അന്വേഷിക്കാൻ ഇഡി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം HDFC ബാങ്കിലെത്തി ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചത്. കേന്ദ്രസേനയുടെ സുരക്ഷയിലാണ് പരിശോധന പുരോഗമിച്ചത്. കേസിന്റെ തുടക്കത്തിൽ തന്നെ വീണയുടെ HDFC ബാങ്ക് അക്കൗണ്ട് ഇഡി മരവിപ്പിച്ചിരുന്നു. എന്നാൽ ഈ അക്കൗണ്ടിൽ 2 ലക്ഷത്തിൽ താഴെ രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് പണമിടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകളും വിലപിടിപ്പുള്ള മറ്റു വിവരങ്ങളും കണ്ടെത്താൻ ലോക്കറിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. IT കൺസൾട്ടൻസി സേവനങ്ങൾ നൽകാതെ കൊച്ചി ആസ്ഥാനമായുള്ള കരിമണൽ ഖനന കമ്പനിയായ സീമാറിൽ നിന്ന് വീണയുടെ ഉടമസ്ഥതയിലായിരുന്ന എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് 2.78 കോടി രൂപ ലഭിച്ചു എന്നാണ് കേസ്. 2017 മുതൽ 2021 വരെയുള്ള കാലയളവിലാണ് ഈ തുക കൈമാറിയത്. കമ്പനി പൂട്ടിയതിനാൽ സേവനങ്ങളുടെ വിശദാംശങ്ങളോ തെളിവുകളോ കൈവശമില്ല എന്നാണ് വീണ അന്വേഷണ സംഘത്തെ അറിയിച്ചത്. ബാങ്ക് അക്കൗണ്ടുകളിൽ എവിടെ നിന്നെല്ലാം പണം ലഭിച്ചു, എങ്ങനെ ചെലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങളിലും ഇഡി വിശദീകരണം തേടിയിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക വിവാദങ്ങൾ എടുത്താൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാസപ്പടി കേസ്. പ്രതിപക്ഷ നേതാവിന്റെ മകളും അവരുടെ IT കമ്പനിയും CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് കേസിന്റെ അടിസ്ഥാനം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം തുടരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.